30 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളുടെ മുടി വേഗത്തിൽ കൊഴിഞ്ഞു പോകുന്നു, വേഗത്തിൽ നര കൂടുന്നു. അതോടൊപ്പം തന്നെ മുടിയുടെ കട്ടി കുറഞ്ഞു വരുന്നു. എന്തുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ബ്യൂട്ടി ഹെൽത്ത് ബൈ ഷജു ചോക്കോ. 30 വയസ്സ് കഴിയുമ്പോൾ എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് വേഗത്തിൽ നര കൂടി വരുന്നത്? അതോടൊപ്പം തന്നെ മുടി കൊഴിഞ്ഞു പോകുന്നത്? ഇത് പല കാരണങ്ങളുണ്ട്. ഉറക്കക്കുറവാകാം, ഹോർമോൺ ചേഞ്ചസ് ആകാം, മാനസിക സമ്മർദ്ദമാകാം, അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയൊക്കെ കുറവാകാം. അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടാണ് ഈ മുടി ഇതുപോലെ കൊഴിഞ്ഞു പോകുന്നതും നര കൂടി വരികയും ചെയ്യുന്നത്. അതിൻ്റെ ഓരോ കാരണങ്ങളെപ്പറ്റി നമുക്കൊന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ കാരണമാണ് ഹോർമോൺ ചേഞ്ചസ്. 30ഉം 40ഉം വയസ്സാകുന്നതോടുകൂടി സ്ത്രീകൾക്കുണ്ടാകുന്ന വലിയ രീതിയിലുള്ള ഹോർമോൺ ചേഞ്ചസ് മുടി കൊഴിഞ്ഞു പോകുന്നതിനും മുടിയുടെ കട്ടി കുറയുന്നതിനും കാരണമാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരുന്ന ഡെലിവറിയോടനുബന്ധിച്ചിട്ടുണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചസ്, ഈ ചേഞ്ചുകളൊക്കെയാണ് മുടി കൊഴിഞ്ഞു പോകുന്നതിന് കാരണമാകുന്ന മെയിൻ കാരണം. രണ്ടാമത്തെ മെയിൻ കാരണമാണ് അയൺ ഡെഫിഷ്യൻസി എന്നുള്ളത്. ഒന്ന്, പീരീഡിനോടനുബന്ധിച്ചിട്ടുള്ള രക്തം ധാരാളമായിട്ട് പോകുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ രക്തത്തിൻ്റെ കുറവുണ്ടാകുകയും അങ്ങനെ അയൺ ഡെഫിഷ്യൻസി ഉണ്ടാകുകയും മുടികൾ കൊഴിഞ്ഞു പോകാനുള്ള സാധ്യത കൂടി വരികയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ഡോക്ടറെ നിർദ്ദേശപ്രകാരം അതിനനുസൃതമായ മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുടി കൊഴിച്ചൽ കുറയ്ക്കുന്നതിനും അതോടൊപ്പം തന്നെ നമ്മളുടെ മുടികൾ നരച്ചു പോകാതിരിക്കുന്നതിനും അത് നല്ല കാര്യമാണ്. മൂന്നാമത്തെ മെയിൻ കാരണമാണ് കരാട്ടിൻ്റെ കുറവ് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്നത്. മുടിയുടെ മെയിൻ ഘടകമായ കരാട്ടിൻ നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുടികൾ നരച്ചു പോകും, മുടി കൊഴിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മളത് അതിനനുസൃതമായ ഫുഡ് നമ്മൾ കഴിക്കണം. ഒന്ന്, മുട്ട, മീൻ, പാല്, പയറുൽപ്പന്നങ്ങൾ, കടല, നട്ട്സ്, അതുപോലെയുള്ള കാര്യങ്ങൾ ഒക്കെ നമ്മൾ കഴിക്കുന്നത് നമ്മുടെ കെരാട്ടിൻ്റെ പ്രൊഡക്ഷൻ നമ്മുടെ ശരീരത്തിൽ കൂടുന്നതിന് നല്ല കാര്യമാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഉള്ള ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ഡിയുടെ, വൈറ്റമിൻ B12 ഒക്കെ കുറവ് നമ്മുടെ ശരീരത്തിലെ മുടിയെ വളരെയധികം ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്യണം. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മളിതൊക്കെ കുറവുണ്ടെന്ന് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഡോക്ടറാവും, നമ്മൾ തന്നെ സപ്ലിമെൻറ്റുകൾ മേടിച്ച് കഴിക്കും. പക്ഷേ ഈ സപ്ലിമെൻറ്റുകളൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നതിന് മുമ്പ് ഒരു ഡോക്ടർ നിർദ്ദേശാനുസരണം കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം. നാലാമത്തെ മെയിൻ കാരണമാണ് മാനസികമായ സമ്മർദ്ദം. ഈ മാനസിക സമ്മർദ്ദവും മുടിയും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളെ വളർത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മൾക്ക് മാനസികമായിട്ടുണ്ടാകുന്ന സമ്മർദ്ദം, ജോലി, കുടുംബ പ്രാരാബ്ധങ്ങൾ, സാമ്പത്തിക പരാധീനതകൾ, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം നമ്മുടെ ഈ സമ്മർദ്ദങ്ങളെല്ലാം നമ്മുടെ മുടി കൊഴിച്ചിലേക്കും മുടി കൂടുതൽ വേഗത്തിൽ നരയ്ക്കുന്നതിനും അത് കാരണമാകുന്നുണ്ട്. അപ്പോൾ ഈ സമ്മർദ്ദങ്ങളൊക്കെ നമുക്കൊന്ന് കുറയ്ക്കാൻ കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മുടി സംരക്ഷിക്കുന്നതിന് കാര്യമാകും. നിങ്ങളൊന്ന് ശരിക്കും നോക്കി അറിയാൻ പറ്റും, നമ്മുടെ സമ്മർദ്ദം കൂടുമ്പോൾ, നമ്മുടെ ടെൻഷൻ കൂടുമ്പോൾ, നമുക്കൊരു ആങ്സൈറ്റി കൂടുമ്പോൾ നമ്മുടെ മുടി വേഗത്തിൽ നരച്ചു വരുന്നത് അല്ലെങ്കിൽ മുടി വേഗത്തിൽ കൊഴിഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ കഴിയും. പിന്നെ ഇതിലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ മുടി കൊഴിച്ചിലിനെ പറ്റി പറയുമ്പോൾ 10, 50, 60 മുടിയൊക്കെ ഡെയിലി കൊഴിഞ്ഞു പോകും. അത് ശരിയായിട്ടുള്ള കാര്യമാണ്. അത് എല്ലാ വ്യക്തികളുടെയും കൊഴിഞ്ഞു പോകും. പക്ഷേ അത് 100, 150 കൊഴിഞ്ഞു പോകുമ്പോഴാണ് അതൊരു മുടി കൊഴിച്ചിൽ എന്നുള്ള രീതിയിൽ നമ്മൾ അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ചെറിയ രീതിയിൽ മുടി കൊഴിയുക എന്ന് പറഞ്ഞാൽ ഒരു പ്രോബ്ലം അല്ല എന്നും കൂടി എപ്പോഴും മനസ്സിലാക്കണം. 4 മുടിയോ 10 മുടിയോ കൊഴിഞ്ഞു പോയി എന്ന് ഓർത്ത് ഒരു കുഴപ്പമില്ല. പക്ഷേ അത് 100, 150 മുടി ഒരു ഡെയിലി കൊഴിയുമ്പോഴോ അല്ലെങ്കിൽ മുടികളിൽ ഭാഗങ്ങളിൽ കൊഴിഞ്ഞു പോയ മുടി ചെറിയ വട്ടത്തിലൊക്കെ പാടുകൾ പോലെയൊക്കെ വരുന്നതും അങ്ങനെ കൊഴിഞ്ഞു പോകുന്നതൊക്കെയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. മറ്റൊന്നാണ് ഉറക്കക്കുറവ്. ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ മുടി കൊഴിഞ്ഞു പോകും. ഞാൻ സ്ട്രെസ്സിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് ഉറക്കം. ശരിയായ രീതിയിൽ ഒരു സമയത്ത് നമുക്ക് കൃത്യമായിട്ട് ഉറങ്ങാൻ കഴിയണം. നമ്മൾ പലരും പറയുന്നൊരു കാര്യമാണ്, ഞാൻ രാത്രി ഉറക്കം കുറഞ്ഞാലും പകൽ ഉറങ്ങി അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന്. പക്ഷേ അത് തെറ്റായ കാര്യമാണ്. ശരിക്കും രാത്രിയിലെ ഉറക്കത്തിലാണ് നമ്മളുടെ റിക്കവറി നടക്കുന്നത്. പുതിയ പുതിയ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എല്ലാം രാത്രിയിലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാത്രിയിൽ ഒരു സമയം നിശ്ചയിക്കപ്പെട്ട് ഒരു 6 മണിക്കൂറെങ്കിലും മിനിമം കിടന്ന് ഉറങ്ങുക. 8 മണിക്കൂറായാൽ ഏറ്റവും നല്ലത്. അങ്ങനെ ശരിയായ രീതിയിൽ ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മുടികൾ വളരും, നമ്മൾക്ക് കൂടുതൽ ഇടതൂർന്ന മുടികൾക്കും ഉണ്ടാവുകയും ചെയ്യും. ഇനി മുടി വേഗത്തിൽ നരച്ചു പോകുന്നതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ കാര്യമാണ് മെലാനിൻ്റെ പ്രൊഡക്ഷൻ നമ്മുടെ ശരീരത്തിൽ കുറയുന്നത്. പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ ഫോളിക്കിൾസുകളിൽ മെലാനിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ട്. ആ മെലാനിൻ പ്രൊഡക്ഷൻ അവിടെ കുറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ മുടികൾ ആദ്യം ഒരു ഗ്രേ കളറിലേക്ക് വരാൻ തുടങ്ങും, പിന്നീട് അത് നരയ്ക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഈ 35 വയസ്സ് അല്ലെങ്കിൽ 30 വയസ്സ് കഴിയുമ്പോൾ തന്നെ
സ്ത്രീകൾക്ക് ഈ മെലാനിൻ്റെ പ്രൊട്ടക്ഷൻ കുറയുന്നത് കൊണ്ടാണ് ഈ മുടികൾ വേഗത്തിൽ നരച്ചു പോകുന്നത്. അതിന് പല കാര്യങ്ങളുണ്ട്. ഒന്ന് ജനിതകപരമായ കാര്യങ്ങൾ, മറ്റൊന്ന് നമ്മളുടെ പ്രായം. പ്രായം കൂടുന്നതനുസരിച്ച് മുടികൾ നരയ്ക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതോടൊപ്പം തന്നെ ജനിതകപരമായ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ അച്ഛന്, അമ്മയ്ക്ക്, ചേട്ടന്, ചേച്ചിക്ക് ഇവർക്കൊക്കെ മുടി വേഗത്തിൽ നരച്ചിട്ടുണ്ട് എങ്കിൽ നമ്മുടെ മുടികളും നരച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ മെലാനിൻ്റെ പ്രൊട്ടക്ഷൻ നമ്മളൊന്ന് കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മുടികളുടെ നര നമുക്ക് ഒന്ന് സ്ലോ ഡൗൺ ചെയ്യിക്കാൻ നമുക്ക് കഴിയും. നര കൂടുന്നതിൻ്റെ മറ്റൊരു മെയിൻ കാരണമാണ് B12 നമ്മുടെ ശരീരത്തിൽ കുറയുന്നത്, തൈറോയ്ഡിൽ വേരിയേഷൻസ് വരുന്നത്. ഈ തൈറോയ്ഡ് വേരിയേഷൻ വരുമ്പോൾ നമ്മുടെ ശരീരത്തിന് തന്നെ വ്യത്യാസങ്ങൾ വരുന്നത് കാണാം. ചിലവർക്ക് വണ്ണം കൂടുന്നത് കാണാം, ചിലവർക്ക് വണ്ണം കുറയുന്നതായിട്ട് കാണാം. അതോടൊപ്പം തന്നെ വളരെയധികം ക്ഷീണം നമ്മുടെ ശരീരത്തിൽ അനുഭവപ്പെടുന്നത് കാണാം. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഡോക്ടറെ കാണുകയും അങ്ങനെ തൈറോയ്ഡ് ചെക്ക് ചെയ്യേണ്ടത് മെയിൻ കാര്യമാണ്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ B12 വൈറ്റമിൻ B12 കുറഞ്ഞു കഴിഞ്ഞാലും മുടികൾ വേഗത്തിൽ നരച്ചു പോകും. അപ്പോൾ ഈ മുടി കൊഴിയുന്നതിൻ്റെയും നരയ്ക്കുന്നതിൻ്റെയും ഒക്കെ കാര്യമെന്ന് പറയുമ്പോൾ നമ്മൾ ഒന്ന് ജനിതകമായ കാര്യങ്ങൾ ഉള്ളതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിൽ ഈ തൈറോയിഡും വ്യതിയാനങ്ങളാകാം, B12 കുറയുന്നതാകാം, അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടാവാം. അതുപോലെ ഈ 30 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളുടെ മുടി നരച്ചു പോകുന്നതിൽ മറ്റൊരു മെയിൻ കാര്യമാണ് ഈ കാലഘട്ടത്തിൽ പുകവലി. ഈ പുകവലിക്കുന്ന സ്ത്രീകളുടെ മുടി വേഗത്തിൽ നരച്ചു പോകുന്നുണ്ട്. ഈ പ്രീമച്വർ ഗ്രേയിങ് ഉണ്ടാകുന്നതിൻ്റെ ഒരു കാര്യങ്ങൾ ഈ പുകവലിയാണെന്ന് ഏറ്റവും ആധുനികമായ പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ പുകവലിക്കുന്നവരൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ല കാര്യമാണ്. കാരണം പുകവലി നമ്മുടെ സൗന്ദര്യം കളയും, അതോടൊപ്പം തന്നെ നമ്മുടെ ആരോഗ്യം കളയും, നമ്മുടെ മുടി നരച്ചു പോകുന്നതിനും പ്രായം കൂടുതൽ ഫീൽ ചെയ്യുന്നതിനും കാര്യമാകും. 30 വയസ്സ് കഴിഞ്ഞു എന്നതുകൊണ്ട് എല്ലാവരുടെയും മുടിയൊന്നും നരച്ചു പോകണമെന്ന് ഒരു നിർബന്ധവുമില്ല. നമ്മൾ ശരിയായ രീതിയിൽ ഉറങ്ങുക, ശരിയായ രീതിയിൽ വെള്ളം കുടിക്കുക, ശരിയായ രീതിയിൽ ഫുഡ് കഴിക്കുക, ധാരാളം പ്രോട്ടീൻസുകളും മിനറൽസും ഒക്കെ അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് കഴിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, അതുപോലെ പുകവലി ഉള്ളവർ അതൊന്ന് നിർത്തുക. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു 30, 40, 50 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മുടെ മുടി നല്ല ശോഭയോടുകൂടി നല്ല കറുത്ത മുടികൾ, നല്ല ഭംഗിയുള്ള മുടികൾ എന്ന് നിലനിൽക്കുന്നത് നമുക്ക് കാണാം. ഞാൻ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് നോക്കുക. ചിലരുടെ മുടി കൊഴിഞ്ഞു പോകും, ചിലരുടെ മുടി നരയ്ക്കുന്നത് കാണാം. പക്ഷേ അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് ഒരു ഡോക്ടറെ കണ്ട് ശരിയായ രീതിയിൽ നിങ്ങൾ കണ്ടെത്തുക. കൃത്യമായിട്ട് മരുന്ന് കഴിക്കുക, കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ മുടി നല്ല ഭംഗിയോടുകൂടി ഇരിക്കും. കാരണം മുടി എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മലയാളികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇന്ത്യക്കാരെ സംബന്ധിച്ച് വലിയൊരു അലങ്കാരം തന്നെയാണ്. അതൊരു വലിയൊരു സൗന്ദര്യത്തിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മുടി നല്ല ഭംഗിയോടെ കൂടി നിൽക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അങ്ങനെ എല്ലാവർക്കും നല്ല മുടിയും നല്ല സൗന്ദര്യമുള്ള മുഖവും നല്ല ഭംഗിയും നല്ല സന്തോഷവും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ബ്യൂട്ടി ഹെൽത്ത് ബൈ ഷജു ചാക്കോ.